ആമയഞ്ചാനിൽ നേരിട്ടിടപെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആമയഞ്ചാൻ തോട് വിഷയത്തെ രാഷ്ട്രീയ വിമർശന ബുദ്ധിയോടെ കാണാൻ താല്പര്യമില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തോട്ടിപ്പണി നിർത്തലാക്കിയ ഒരു നാട്ടിൽ ഇങ്ങനെ ഇത് സാധ്യമാകും എന്ന കാര്യം സുരേഷ് ഗോപി എടുത്തു പറയുകയാണ്. രാഷ്ട്രീയ വിമർശനമായി വിഷയത്തെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്. മാനുവൽ സ്കാവെഞ്ചിങ് രാജ്യത്ത് നിർത്തലാക്കിയതാണെന്ന് സുരേഷ് ഗോപി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഇടപെടൽ സർക്കാരിന് വലിയ ക്ഷീണമാവുകയാണ്. എല്ലാത്തിനും പോംവഴിയാണ് വേണ്ടത്. ഇനിയും സംഭവിക്കരുത് എന്ന് പറയുന്നതല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുറവിളി മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അടുത്തത് സംഭവിക്കുന്നത് വരെ പോലും ആ മുറവിളി പോലും നീണ്ടു നിൽക്കുന്നില്ല. ആവർത്തിക്കപ്പെടുമ്പോഴും പുതിയ ഒറ്റപ്പെട്ട സംഭവമായി വിലയിരുത്തപ്പെടുന്നു. മറുപടിയല്ല വേണ്ടത്, മറു നടപടി ഉണ്ടാകണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സർക്കാരിന്റെ ഭാഗത്തെ വലിയ വീഴ്ചയാണ് ആമയഞ്ചാൻ തോട്ടിൽ ഉണ്ടായത്. 1993 ഇന്ത്യയിൽ മാനുവൽ സ്കെവെഞ്ചിങ് അഥവാ തോട്ടിപ്പണി നിർത്തലാക്കി. അഴുക്കുചാലുകൾ, കിടങ്ങുകൾ, കുഴികൾ, സെപ്റ്റിക് ടാങ്കുകൾ എന്നിവ നേരിട്ട് വൃത്തിയാക്കുന്നതിന് മനുഷ്യാധ്വാനം ഉപയോഗിക്കുന്നത് നിരോധനം ഉൾപ്പെടെയുള്ള നിയമം 2013 വിപുലീകരിക്കുകയും ചെയ്തു. എന്നിട്ടും മേയർ അടക്കമുള്ള ആളുകൾ മുന്നും പിന്നും നോക്കാതെ ജോയിയെ വിസർജ്യത്തിലേക്ക് ഇറക്കി വിട്ടു. ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും ദയനീയമായ മരണം സർക്കാർ നൽകി. ടൺ കണക്കിന് മാലിന്യങ്ങൾ അടിഞ്ഞുകിടക്കുന്ന ആമയഞ്ചാൻ തോട്ടിലേക്ക് ജോയിയെ അടക്കമുള്ള മനുഷ്യരെ ഇറക്കിവിടുന്നതിൽ മേയറുടെ അധികാര ദുർവിനിയോഗമാണ് തെളിഞ്ഞു വന്നത്. KSRTC ഡ്രൈവറോട് കാണിച്ച പകുതി ധൈര്യം ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ മേയർ കാണിച്ച മുഖം തിരിവാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് തന്നെ കാരണമായത്. തിരുവനന്തപുരത്തിന്റെ അടയാളമായിരുന്ന മനുഷ്യർ ആശ്രയിച്ചിരുന്ന ഒരു ജലസ്രോതസ്സായിരുന്നു ഒരു കാലത്ത് ആമയഞ്ചാൻ തോട്. അവിടെ ഒരു മനുഷ്യ ജീവൻ അവസാനിച്ചു പോയതിന്റെ കുറ്റം തോടിന്റേതല്ല, മനുഷ്യരുടേതാണ്. രാജഭരണ കാലത്തായാലും ജനാധിപത്യത്തിലായാലും ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി ഉണ്ടാകണം. ഇത്രമേൽ മലിനമായിരുന്നോ തിരുവനന്തപുരം എന്ന് ജോയി എന്ന മനുഷ്യന്റെ മരണത്തിൽ വിലപിക്കുന്നതിനൊപ്പം കേരളം ചിന്തിക്കണം. മൃതദേഹം കണ്ടെത്തുന്നത് തകരപ്പറമ്പ് ഭാഗത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മാറിയാണത്. അതിനിടയിൽ നിരവധി വളവുകളും തിരിവുകളും ഒക്കെയുണ്ട്. വെള്ളത്തിന്റെ ഒഴുക്കും ശക്തിയുമായിരിക്കാം ശരീരം അവിടം വരെ എത്തിച്ചത്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഒരാളെ ഒറ്റയ്ക്ക് മാലിന്യം നീക്കാൻ ഇറക്കുക എന്നത്. സാധാരണ ഒറ്റയ്ക്കുള്ള വൃത്തിയാക്കൽ നടക്കാറില്ല. മാത്രവുമല്ല, ഇറങ്ങുന്നവർ അരയിൽ പ്ലാസ്റ്റിക് കെയർ കെട്ടിയാണ് ഇറങ്ങാറുള്ളത്. ഒരുപക്ഷെ അയാളുടെ ജീവിതാവസ്ഥയായിരിക്കാം വരും വരായികളെ കുറിച്ച് ആലോചിക്കാതിരുന്നതിന് കാരണം.